കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖം രക്ഷിക്കാൻ സിപിഎം നേതൃത്വം തൃശൂരിൽ ഇന്ന് പ്രതിഷേധ മാർച്ചും യോഗവും നടത്തും. അതേസമയം കരുവന്നൂരിലെ ഇടത് കൊള്ള തുറന്നു കാട്ടാൻ ബിജെപിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് വൈകുന്നേരം നടക്കും. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതോടെ സിപിഎം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കരുവന്നൂർ സിപിഎമ്മിന് കരിനിഴലാകുമെന്ന് ഉറപ്പായതോടെ പുതിയ വാദങ്ങളുമായി നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടി നേതാക്കളെ പ്രതികളാക്കിയത് രാഷ്ട്രീയ പകപോക്കലെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. ഇതിനൊപ്പം അണികളെ ഇഡിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ തെരുവിലിറക്കാനും നേതൃത്വം തയ്യാറായിരിക്കുകയാണ്. തട്ടിപ്പ് വിവരം അക്കമിട്ട് ഇഡി കോടതിക്ക് മുന്നിൽ നിരത്തുമ്പോൾ പാർട്ടി അണികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സമരത്തിന്റെ വഴി തേടുകയാണ് സിപിഎം. ഇതിന്റെ ഭാഗമായി ഇന്ന് സിപിഎം പ്രതിഷേധ മാർച്ചും യോഗവും നടത്തും. സിപിഎം PB അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കരുവന്നൂരിലെ ഇടത് കൊള്ളയ്ക്കെതിരെ ബിജെപിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗവും ഇന്ന് തൃശൂരിൽ നടക്കും. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടക്കുന്ന യോഗം ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സിപിഎമ്മിന്റെ 3 ജില്ലാ സെക്രട്ടറിമാർ പ്രതികളാക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വസ്തുതപരമായിട്ട് സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീ ശോഭാ സുരേന്ദ്രൻ നാളെ തൃശ്ശൂരിൽ വെച്ച് പാർട്ടി പ്രവർത്തകരെയും ബഹുജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നു. രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നു. സിപിഎമ്മിനെ തുറന്നു കാട്ടുവാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രമം. കരുവന്നൂർ കള്ളപ്പണ കേസിൽ ആദ്യം അന്വേഷണം ആരംഭിച്ചത് ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ചിന് ശേഷം അന്വേഷണം ആരംഭിച്ച ഇഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. സിപിഎം നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയെന്നും ആക്ഷേപമുണ്ട്. ജനം, തൃശൂർ.